ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ടേപ്പൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ മഴ സമയത്ത് മഴ തുടങ്ങിയില്ല, ഇവിടെ മഴ തുടങ്ങുന്നതിന് മുമ്പൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഞാൻ. കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്താൽ സക്സസ് ആവില്ലെന്നറിയാം. ഗ്രാഫ്റ്റിംഗ് കൂടുതലും ഈ സമ്മർ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ചെയ്യണമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഗ്രാഫ്റ്റിംഗ് പോർഷനൊന്നും പെട്ടെന്ന് ഉണങ്ങിപ്പോകാതെ വേഗം പിടിച്ച് കിട്ടും. പക്ഷേ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനെടുക്കുന്ന ഈ മദർ പ്ലാന്റിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ല ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഈ സമ്മർ ടൈമിലാണ് നല്ലത് തന്നെ. അപ്പം ഇതൊരു പ്ലാന്റിൻ്റെ ഞാൻ നേരത്തെ പ്രൂൺ ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. ഈ പ്രൂൺ ചെയ്തെടുത്തു നിന്ന് വന്ന ബ്രാഞ്ചസിനൊന്നും അത്ര നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടില്ല. അപ്പം അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനെടുത്ത ആ മദർ പ്ലാന്റ് നമ്മുടെ ഈ 2 വർഷം പഴക്കമുള്ള ഒരു അഡീനിയം ചെടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൂക്കാതെ നിൽക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മുണ്ട്. അപ്പോൾ അത്രയും വലുപ്പം തോന്നിക്കുന്ന ഒരു സ്റ്റെമ്മ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിപ്പമൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യമായിട്ടല്ല, 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഫെയിലറായി പോയിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും സക്സസ് ആകുന്നിടം വരെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇതത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും പറയുന്ന കേൾക്കാൻ വെറും സിമ്പിളാണിതെന്ന്. വീഡിയോയിലൊക്കെ കാണുമ്പോഴും നമുക്കത് സിമ്പിളായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അത് പിടിച്ച് കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ അണുക്കളൊന്നും ഉണ്ടാകാൻ പാടില്ല. കത്തിയും അല്ലെ ബ്ലേഡും ഒക്കെ അതുപോലെ പുതിയത് എടുക്കണം. അണുവിമുക്തമായിട്ടുള്ളതൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് നല്ല സക്സസ് ആകാറുള്ളത്. പക്ഷേ നേരത്തെ ചെയ്തത് അതൊന്നും അങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരുന്നു. പിന്നെ അതുപോലെയല്ല, നമ്മുടെ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ സാധാ പ്ലാസ്റ്റിക് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും ആയില്ല. എനിക്ക് അവർ കാണുന്ന അതിൽ കണ്ടത് വെച്ച് ഞാനങ്ങ് ചെയ്യുകയാണ്. ഇതാദ്യം ചെയ്തിട്ട് നല്ല ഇതായിട്ട് മുറുക്കി കെട്ടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനിത് അഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇത് മുറുകുന്നില്ലായിരുന്നു. ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് കെട്ടിയത് കാരണം അത് നല്ല മുറുക്കത്തിൽ വന്നില്ല. പിന്നെ അത് അഴിച്ചിട്ട് ഞാൻ വേറെ വീണ്ടും കെട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ അടുത്ത് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അത് നല്ലതുപോലെ മുറുകിയിരിക്കുന്നില്ലായിരുന്നു. പിന്നെ ആ കെട്ടിന് അത്ര മുറുക്കം പോരായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ കുറച്ച് പീസെല്ലാം കുറേ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു നല്ല പ്ലാന്റിലാണ് ചെയ്യുന്നത്. ഇതിന് 2 പാർട്ടുണ്ട്. അത് കാരണം അതിന് വെച്ച് നല്ലതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അത് താഴെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വീഴുമ്പോഴും ഇതാകാൻ സാധ്യതയുണ്ട്, ചീഞ്ഞു പോകാൻ. എന്തായാലും കുറേ പാർട്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് കുറേ ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്ലാന്റ് നമ്മൾ വിത്ത് പാകി കിളിർപ്പിച്ചെടുത്തത് കുറേ നാളായതാണ്. പക്ഷെ അതൊന്നും മാറ്റി നടാതൊക്കെ നിന്ന് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അതിനെയൊക്കെ മാറ്റിയൊക്കെ നട്ട് എല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഇങ്ങനെ കുറേ അധികം പ്ലാന്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 6-7 ചെടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെ സക്സസ് ആകുമെന്ന് അറിയില്ല. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടും അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ അത് ഒപ്പിച്ച് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ടേപ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെ വലിച്ച് കെട്ടുന്ന സമയത്ത് ആ ജോയിൻ്റായ പാർട്ടിലാണ് അത് കെട്ട് വരുന്നത്. അപ്പോൾ അത് കാരണം അത് നല്ലതുപോലെ ജോയിൻ്റ് ആകുന്നില്ല കേട്ടോ. ജോയിൻ്റ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഇതും നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ്. ഇതിന് 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇതിൽ 2 ബ്രാഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ഈ ഒരു വെറൈറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത വെറൈറ്റി മറ്റേ ബ്രാഞ്ചിലും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഈ കട്ട് ചെയ്തെടുത്തതും കുറച്ച് നല്ല വലിപ്പത്തിലുള്ളതാണ്. ഇത്രയും വലിപ്പമൊന്നും വേണ്ട.
പക്ഷെ 2-3 നോഡെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗ്രാഫ്റ്റ് ചെയ്ത് അവിടെ വെച്ച് നല്ല രണ്ട് ബ്രാഞ്ചെങ്കിലും വരുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്ര പൊക്കത്തിൽ എടുത്തത്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. മറ്റേ ബ്രാഞ്ചിൽ നമുക്ക് വേറെ ഒരു വെറൈറ്റി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 എണ്ണത്തിൽ ഒരേ കളർ ചെയ്യുന്നുണ്ടല്ലോ. 2 വെറൈറ്റി ആണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പം ഉടനെ തന്നെ ചെയ്തെങ്കിൽ ഒരേപോലെ അതിൻ്റെ ഗ്രോത്ത് ആയേനെ. പക്ഷേ മഴ കാരണം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ചുറ്റുന്ന രീതിയൊന്നും കറക്റ്റായിട്ടല്ല. ചുറ്റുമ്പം അതത്ര ടൈറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നല്ല രീതിയിലാക്കി എടുക്കണം. കുറേ പ്ലാന്റ്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട്. മദർ പ്ലാന്റ് കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പം ഇത് ആദ്യം കുറച്ച് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാണ് ബാക്കിയും കൂടെ ഞാൻ ചെയ്യാനെടുത്തത് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും അതിൻ്റെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ആ ഭാഗം. അപ്പോൾ അവിടെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റും കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം ചെടിയും കൂടെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്നത് നമ്മുടെ ഈ സ്റ്റെമ്മെല്ലാം ബാക്കി ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 2 വർഷമായ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് താഴെ വെച്ച് നോക്കാം, പൂ വരുമോയെന്നറിയില്ല. അങ്ങനെ ഇത് നമ്മുടെ അതിൻ്റെ ബാക്കി പാർട്ടാണ്. ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ബാക്കി ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മറ്റേ ഡബിൾ പെറ്റലിൻ്റെയാണ് കേട്ടോ. അതിൽ കുറച്ച് ഡാമേജ് ആയത് കാരണം ഞാൻ അത് എടുക്കാൻ അല്ലെങ്കിൽ അത്